ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നലെ നമ്മൾ വീഡിയോസ് ഒന്നും അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്ന് നല്ലൊരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇതിനു മുമ്പ് ഞാനൊരു ഷോർട്സ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു ഷോർട്സിൽ DLC 033 എന്ന് പറയുന്ന ഷെയ്ഡ് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അതിനോട് വേറൊരു ഷെയ്ഡ് മിക്സ് ചെയ്ത സമയത്ത് എനിക്ക് നല്ല ഒരു അടിപൊളി ഷെയ്ഡ് കിട്ടിയെന്ന് പറഞ്ഞ്, അപ്പോൾ ആ ഒരു ഷെയ്ഡ് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് വന്നത്. ആ ഒരു ഷെയ്ഡാണ് കേട്ടോ നിങ്ങളിപ്പോൾ എൻ്റെ ലിപ്സിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഏത് ഷെയ്ഡാണ് മിക്സ് ചെയ്തത് എന്നുള്ളത് ഇപ്പോൾ കാണിക്കാം. DLC 033 ആണ് കേട്ടോ ഈ ഒരു ഷെയ്ഡ്. ഇതാണ് DLC 033 എന്ന് പറയുന്ന ഷെയ്ഡ്. ഇതിൻ്റെ ഷെയ്ഡ് നമ്പർ നിങ്ങൾ കാണിച്ചു തന്നിട്ടുണ്ടെങ്കിൽ ഇതൊരു ബ്ലർ പോലെയാണ് എനിക്ക് കാണുന്നത്, അപ്പോൾ നിങ്ങൾ കാണുന്നുണ്ടാവില്ല. അപ്പം ഇതാണ് കേട്ടോ ഷെയ്ഡ് വന്നത്. ഇത് വേണമെങ്കിൽ ഞാൻ കയ്യിൽ സ്വാച്ച് ചെയ്ത് കാണിച്ചു തരാം. ഇനിയിപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ നമ്മൾ സെപ്പറേറ്റ് ഷോർട്സിൽ പോയിട്ട് നോക്കിയാൽ ആ ഒരു ഷെയ്ഡ് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ വീഡിയോയിൽ കാണുന്ന പോലെയല്ല, അധികം എന്തായാലും അത് നല്ല ഡാർക്കാണ് കേട്ടോ. ഇതൊരു അത്യാവശ്യം ഇതുപോലെ തന്നെയാണ് കേട്ടോ. സിഗരറ്റ് വലിച്ചവരുടെ ആ ഒരു ചുണ്ടില്ല ഉണ്ടാവില്ലേ, അപ്പോൾ അതുപോലെയുള്ള കളറാണ് കേട്ടോ അത്. പിന്നെ ഇതിലേക്ക് ഞാൻ മിക്സ് ചെയ്ത കളർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ DLC 003 എന്ന് പറയുന്ന ഈ ഒരു ഷെയ്ഡാണ്. അപ്പോൾ ഇതിൻ്റെയും ഞാൻ സ്വാച്ചിങ് ഒക്കെ ഞാൻ ഓൾറെഡി നമ്മുടെ ഷോർട്സിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കളറ് ഇതാണ് കേട്ടോ, സെയിം കളറാണ്, മാറ്റമൊന്നുമില്ല. ഇത് വരച്ചപ്പോഴാട്ടോ മറ്റേതിൻ്റെ കളറ് മനസ്സിലാകുന്നത്. അപ്പം ഇതാണ് സെയിം കളറാണ് കേട്ടോ ഇതിൻ്റെ. അപ്പോൾ ഇത് മിക്സ് ചെയ്തിട്ട് എങ്ങനെ ഉണ്ട് എന്നുള്ളതാണ് ഇപ്പം നമ്മുടെ ലിപ്പിൽ കിടക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു ഷെയ്ഡ് നിങ്ങൾ വാങ്ങിപ്പെട്ടവരുണ്ടെങ്കിൽ, അതായത് DLC 033 എന്ന് പറയുന്ന ഈ ഒരു ഷെയ്ഡ് നിങ്ങൾ വാങ്ങിപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. ഇനി വേറെ ഷെയ്ഡ്സിൽ മിക്സ് ചെയ്യുന്ന സമയത്ത് നല്ല ഷെയ്ഡ് കിട്ടുകയാണെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. പിന്നെ വേറൊരു കാര്യം കൂടെ നിങ്ങളോട് പറയാനുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, മെയിൽ അയച്ചിട്ട് മെയിൽ അഡ്രസ്സ് തെറ്റാണ്, അതുപോലെ ബ്ലോക്കാണ്, എന്തൊക്കെ പറയുന്നുണ്ട് കമൻസിൽ. അപ്പോൾ അതിനുള്ള ഒരു ഉത്തരമാണ്, നിങ്ങൾ മെയിൽ അയക്കുന്ന സമയത്ത് ആ ഒരു ഇമെയിൽ അഡ്രസ്സ് ജസ്റ്റ് ഡബിൾ ചെക്ക് ചെയ്ത് നോക്കുക. എന്തെങ്കിലും സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടോ നോക്കുക. കാരണം ഡാസ്ലർ എന്നുള്ള ഇതിൻ്റെ സ്പെല്ലിങ് ഇപ്പം DAZZ കേട്ടോ, ZZLER എന്നാണ് ചിലവർ കൊടുക്കുന്നത്. പക്ഷേ വേറെയുള്ളവർ കൊടുക്കുന്നതോ DAZLLER എന്നാണ് ഡാസ്ലറിൻ്റെത്. അപ്പം ഇവരുടെ ഒറിജിനൽ മെയിൽ അഡ്രസ്സിൽ DAZLLER എന്നാണ് കേട്ടോ. അപ്പം അതിൻ്റെ കറക്റ്റ് ആ ഒരു മെയിൽ അഡ്രസ്സ് തന്നെയാണ് ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടുള്ളതും. അപ്പോൾ നിങ്ങൾ ടൈപ്പ് ചെയ്യുന്നതിൻ്റെ എന്തെങ്കിലും ഒരു പ്രശ്നം കൊണ്ടായിരിക്കാം. അപ്പോൾ അത് ചെക്ക് ചെയ്ത് നോക്കുക. പിന്നെ റിപ്ലൈ വരുന്നത് ലേറ്റ് ആവുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതിന് കാരണം നമ്മുടെ വീഡിയോ ഒക്കെ ഫസ്റ്റ് നമ്മൾ അയച്ച സമയത്ത് 5 ഡേയ്സ് കൊണ്ടൊക്കെ റിപ്ലൈ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്നൊക്കെ കുറച്ച് ആളുകൾ അറിഞ്ഞു തുടങ്ങുന്നതേ ഉള്ളൂ. ഇപ്പോൾ ഒരുപാട് പേരിലേക്ക് ഈ ഒരു വീഡിയോ കാര്യങ്ങൾ ഒക്കെ എത്തിയിട്ടുണ്ട്, ഗിഫ്റ്റ് ഹാമ്പർ കിട്ടുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ ഒരുപാട് പേര് മെയിൽ അയക്കുകയാണ്. അപ്പോൾ അതിനുള്ള റിപ്ലൈ കാര്യങ്ങളൊക്കെ തരാൻ അവർക്കും എന്താ പറയുക, എല്ലാവരും നോക്കണ്ടേ. അപ്പോൾ അതുകൊണ്ട് ലേറ്റ് ആവും. ഇപ്പോൾ ആദ്യം തന്നെ അവർ പറഞ്ഞിട്ടുണ്ട് ഒരു 5 ഡേയ്സും അല്ലെങ്കിൽ ഒരു 1 വീക്ക് എന്തായാലും എടുക്കും. അപ്പം അതിലും ലേറ്റ് ആവുന്നുണ്ടെങ്കിൽ അത്രയും മെയിൽ പെൻഡിങ് കിടക്കുന്നുണ്ടാവും, അതുകൊണ്ടായിരിക്കും എന്ന് വിചാരിക്കുക. അപ്പം ജസ്റ്റ് നിങ്ങളൊന്ന് മെയിൽ അയച്ച് നോക്കും, പോയ ഒരു മെയിൽ കിട്ടിയ ഒരു ഗിഫ്റ്റ് ഹാമ്പർ അല്ലേ. അപ്പോൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു ചാനൽ നിങ്ങൾ മാക്സിമം സബ് ചെയ്യുക കേട്ടോ. കാരണം നമ്മൾ ഈ അൺബോക്സിങ് വീഡിയോ ഒക്കെ ഒരു 3K കഴിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്. ഏകദേശം 2-3 വീഡിയോസൊക്കെ 1K ആയിട്ടുണ്ട്, ഷോർട്സ് ആയാലും ലോങ് ആയാലും ഒക്കെ. ഏകദേശം ഒരു തുടക്കക്കാരുടെ ചാനൽ എന്ന് പറയുമ്പോൾ എന്താ പറയുക, അത്യാവശ്യം എന്താ പറയുക കുറച്ചൊക്കെ ഒരു വ്യൂസ് കിട്ടി തുടങ്ങുന്നുണ്ട്. അപ്പോൾ ആ ഒരു 3K എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ 1000 സബ് തയ്ക്കാൻ 1000 ആൾക്കാർ മതിയില്ലേ. അപ്പം നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടാഞ്ഞിട്ടാണോ, എന്താ പറയുക വീഡിയോസൊന്നും ഇഷ്ടപ്പെടാഞ്ഞിട്ടാണോ, അല്ലെങ്കിൽ നിങ്ങൾ മറന്നു പോകുന്നതാണോ എന്നതൊക്കെ ഉള്ളത് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്ത് പറയുക കേട്ടോ. ഇനിയിപ്പോൾ എന്തെങ്കിലും എൻ്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും മിസ്റ്റേക്സ് വന്നിട്ടുണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ ചാനൽ നിങ്ങൾ മാക്സിമം സബ് ചെയ്യുക.
അതുപോലെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഒരു കമൻറ്റ് ഇടാനും മറക്കണ്ട. അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.